ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ലതിക. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രുചികരമായ ഒരു ബീഫ് റോസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ 800 ഗ്രാം ബീഫ്, നന്നായി കഴുകിയ 800 ഗ്രാം ബീഫ്, ഒരു വലിയ സവാള അരിഞ്ഞതും, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് 6 വിസിൽ അടുപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതാകുമ്പോൾ എളുപ്പം നമുക്കങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതിലേക്ക് തേങ്ങാക്കൊത്ത്, ഇത് ഉണക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. കറിവേപ്പില ചേർക്കാം. രണ്ട് വറ്റൽമുളക്, അതിലേക്ക് 2 സവാള, ചെറിയ സവാള എന്ന് വെച്ചാൽ 1 കപ്പുണ്ട് അരിഞ്ഞപ്പോൾ. ഈ കപ്പെന്ന് വെച്ചാൽ 250 ml അളവാണ്. തീ ഇച്ചിരി കൂട്ടി വയ്ക്കണം, ഫ്ലെയിം കൂട്ടണം. നമ്മൾ ബീഫ് വേവിച്ചതിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പം 1/2 ടീസ്പൂൺ ഉപ്പിടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മൂത്തതും മതി. ഇനി ഇതിലേക്ക് 1 ടൊമാറ്റോ, ഇടാൻ ഫ്ലെയിം ഇത്തിരി കൂട്ടി വയ്ക്കണം. ഞാൻ കുറച്ച് വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തായിരുന്നു. ഇപ്പം തക്കാളി എല്ലാം നല്ല പോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കും. പക്ഷേ പിന്നെ മസാലയൊന്നും ഇടാനുണ്ട്, ബാക്കി മസാലയും. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. മിക്സ് ചെയ്യാം. മഞ്ഞൾ നേരത്തെ ഇട്ട് ഇറച്ചി വേവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മഞ്ഞളിൻ്റെ ആവശ്യമില്ല. മസാലയുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറിയാൽ മതി. ഇനി നമുക്ക് വെന്തിരിക്കുന്ന ബീഫ് ആ സ്റ്റോക്കോടുകൂടി ഇതിനകത്തേക്ക് ഇടണം. വേറെ വെള്ളം ഒന്നും ഒഴിച്ച് വേവിച്ചതല്ല, ഇത് ഇറച്ചിയിൽ നിന്ന് വന്ന വെള്ളമാണ്.
ഈ ഫ്ലെയിം ഇച്ചിരി കൂട്ടിയിട്ട് ആ വെള്ളത്തിനകത്ത് ഇത് നല്ലപോലെ ഒന്ന് പറ്റണം. എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മസാലയെല്ലാം പിടിച്ചൊന്ന് ഡ്രൈ ആവട്ടെ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ഒന്ന് വെന്ത് റെഡി ആവട്ടെ. ആ അരപ്പെല്ലാം അതിലൊന്ന് പിടിച്ചൊന്ന് ഡ്രൈ ആവട്ടെ. നമുക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വയ്ക്കും. ഞാനിത് 6 വിസിൽ അടുപ്പിച്ച് വേവിച്ചതാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ബീഫിൻ്റെ വേഗിനനുസരിച്ച് വേവിക്കണം. എനിക്കിതിപ്പോൾ 6 വിസിൽ മതി. ഇത് ബോൺലെസ് ബീഫാണ് അത് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കറക്റ്റുണ്ട്. ഓരോരുത്തരുടെയും ഉപ്പ് ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും എരിയൊക്കെ കൂടുതൽ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് മെൽറ്റാക്കിയിടാം. അതും ഇതിനകത്തിലോട്ട് ഒഴിച്ചൊന്ന് ഈ എരിവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒഴിച്ചിട്ടൊന്ന്. അന്നേരം നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലൂടെ ചേർക്കുമ്പോൾ. തേങ്ങാപ്പാലൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇളക്കാം. ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ആവണം. അപ്പോൾ നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡിയായി. ഇത് നിങ്ങൾക്ക് അപ്പം, പൊറോട്ട, ചപ്പാത്തി അതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. പിന്നെ ഈ തേങ്ങാപ്പാൽപ്പൊടി ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്കത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്താൽ മതി. തേങ്ങാപ്പാൽ ഇതിൽ ചേർക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബീഫ് റോസ്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. എന്നിട്ട് കമൻസൊക്കെ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്.